ഇത് ഫുൾ ഹൈവേ ആട്ടാ. ഫുൾ ഹൈവേ. സ്പീഡ് ജയിക്കും. ഫോൺ ചെയ്യേ ഞാൻ പോരാവേ. ചെക്ക് പോയിന്റ് ഇല്ല. ആരൊക്കെ ഇല്ലല്ലോ. അത് ടീമാ എന്തിനാവശ്യം വളരെ എന്ത് നടന്ന അവിടെ. അങ്ങനെ ചവിട്ടി വെച്ചിട്ട് AFK ആവൂലേ? ആ അയ്യോ നിങ്ങളൊക്കെ പോയല്ലോ എന്നെ ഒറ്റയ്ക്കാക്കിട്ട്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. അത് നീ ഞങ്ങൾ ഓടിക്കുമ്പോൾ നീയാണത്. രഘുല ഭാഗത്തിൽ പോയേട്ടാ. ബ്രേക്ക് പിടിച്ചില്ലല്ലേ? എന്ത് ഡ്രൈവറിയാ അവിടെ. അത് ഫിസിക്സ് കളി കളിച്ച് ഈകളെ അവിടെ. ഇതൊക്കെ ഏത് വഴി? ആശുപത്രിയിൽ പതുക്കെ വേണം. ഞാൻ എല്ലായിടത്തും ഇടിച്ച് അറിയാണ്ട് ഞാനും എല്ലായിടത്തും ഇടിച്ചറേ. ചിക്കിരി ഇടിച്ചു കളഞ്ഞ എന്നെ ഇടിച്ചു. അല്ലെ ഞാൻ ബ്രേക്ക് പിടിച്ചില്ല. നീ എന്തിനാ ബ്രേക്ക് പിടിച്ച? അല്ലെങ്കിൽ നീ ബ്രേക്ക് പിടിക്കാത്തതാണല്ലോ. അവിടെ ബ്രേക്ക് പിടിക്കണ്ടായിരുന്നു. എന്നിട്ട് നീ ബ്രേക്ക് പിടിക്കാതെ അവിടെ മാത്രം നീ ബ്രേക്ക് പിടിച്ചെന്തിനാ? അതിന്റെ മിസ്റ്റേക്ക് അല്ലേ? അയ്യോ ഇടിക്കാത്ത സ്ഥലങ്ങളില്ല. അതിൻ്റെ അടിക്ക് സ്പോട്ട് കായുടെ
എടാ എടാ ഇവിടെ കഴിഞ്ഞോ? Let's go. ഇല്ല എന്റെ ദിവസമല്ല. Let's go. Let's go. Let's go. Let's go. Let's go. അവനെ വിളിക്കട്ടെ. വീൽ ചേഞ്ച് ഇല്ല, വീൽ ചേഞ്ച് ചെയ്യുന്നില്ല ബ്രോ. ഈ വീലിനെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചിൽ. പക്ഷെ അല്ല കൊറേ സ്ഥലത്ത് ഗോട്ട് ഹാട്രിക്കോ? ഹാട്രിക് ഒന്നും അല്ല, 2-1. അവനാണ് ആദ്യത്തെ റേസ് ജയിച്ചേ. ഡീമൻ ആദ്യത്തെ റേസ് ജയിച്ചേ. ഇപ്പൊ 1-2-0. 1-2-0-0. 2-1-0 ഞാൻ എന്നെ ചാറ്റ് നോക്കില്ല. ഇല്ല ചാറ്റ് നോക്കില്ല. വന്നോ ബ്രാവോ വന്നോ? കേറില്ലല്ലോ. ഞാൻ കേറില്ലല്ലോ ഒരു സെക്കൻഡ്. റാലി ഇടട്ടെ. നോ എലിജിബിൾ ഈ റേസോട്ട് ഞാൻ എന്റെ ചെറുതരം കാണിക്കേ. ഫസ്റ്റ് അടിക്കാൻ കോർവറ്റ് ഒന്ന് പോയടാ. കോർവറ്റോ? ഇവനെ ആരെങ്കിലും പറഞ്ഞു വിട്ടടാ ഈ വില്ലുമോനെ. അവന് ഓട്ടോറിക്ഷ ഓടിക്കണം ട്രാക്കിൽ കൂടെ. പയ്യന്റെ ആഗ്രഹങ്ങള്. മറ്റേ കാർ ഇട്ടാ ബീറ്റിലിട്ടെ. നിങ്ങക്ക് വീട്ടിലിട്ടോ? അത് വേണോ മറ്റേത് വേണോ? സുബാറു വേണോ ബീറ്റിൽ വേണോ? റാപ്റ്ററോ? എന്താ പ്രശ്നം? എന്താ കളിയാ? നമുക്ക് ഇത് എന്ത് പറയുള്ളൂ? അടുത്ത നീ ഇട് കേട്ടോ, നീ ഇട്. സത്യമായിട്ട് ഞാൻ ഇന്ന് ഭയങ്കര മൈൻഫക്ക് ആയിട്ടാ കളിക്കുന്നത്. സത്യമായിട്ട് മൈൻഫക്ക് ആയി. ഞാൻ മര്യാദക്ക് വന്നപ്പോ തന്നെ മറ്റേ ഇത് മേടിക്കാതെ കുറെ നേരം ഇവിടെ ഇരുന്ന് പുതുതായി ഞാൻ മൈൻഫക്കായി സത്യമായിട്ട്. അവന്റെ ഇരിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാരും കളിച്ച പരിചയമുള്ള കാറാ. മനസ്സിലായി? എന്റെ ഉള്ള കാർ എന്ന് പറഞ്ഞാൽ ആർക്കും കളിച്ച പരിചയം ഇല്ലാത്ത കാറാ. പാട്ട് സെറ്റല്ലേ? ചില്ലായിട്ട് കളി. സ്ട്രെസ്ഡ് ആയടാ നീ. സ്ട്രെസ്ഡ് ആയടാ, സത്യം പറഞ്ഞ സ്ട്രെസ്ഡ് ആയി ഞാൻ. പക്ഷെ ഭയങ്കര ഇതിൽ വന്നിരുന്ന് കളിക്കാൻ കുറച്ചു നേരം ഇതാക്കിയിട്ടൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു വന്ന. ഇല്ല അളിയാ, വന്നപ്പോ തന്നെ കൊറേ നേരം ഇരുന്നിരുന്ന് മുഷിഞ്ഞ് ഞാൻ മൈൻഫക്ക് ആളിയാ. ഞാൻ ഇവനെ ഞാൻ പറയണില്ല. ഇത് കഴിയുമ്പോ ഞാൻ വിളിക്കാം. നീ തലേന്ന് പറയണ അളിയാ. അല്ലടേ, അങ്ങനത്തെ പ്ലാനിലല്ലായിരുന്നു അളിയാ. ഞാൻ അതല്ല, ഞാൻ ഇവന് 2 ദിവസമായിട്ട് വിളിക്കുവാളി. ഇതിന്റെ രാത്രി എല്ലാ ദിവസവും മെസ്സേജ് അയക്കുവാളി ഇവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുമാതിരി ഇവനെ മറ്റേ ഫോഴ്സ് ചെയ്യണത് പോലെയായി എനിക്കിപ്പോ പറഞ്ഞു എന്റെ ആവശ്യമല്ലല്ലോ അളിയാ.
LPC വണ്ടി ഉണ്ട്, സൂക്ഷിച്ചോണ്. ജീപ്പൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞത്. അളിയാ സോറി. അളിയാ എടാ ഇപ്പോ നീ എവിടെ കയറി വരുന്നു നീ? ആ അതിന്റെ പിറകിൽ എന്റെ ചന്തിയില് എന്റെ ഫ്രണ്ടില് രണ്ടും പൊരുത്തിരിക്കുന്നു. ആര് കെട്ടിക്കാൻ പോണടാ നീ? എന്റെ തന്തി കുരുങ്ങിരി നീ അളപ്പിച്ചോണ്ടിരി നീ പട്ടിയാ. അപ്പോ എല്ലാം കയറി. ആ അവിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല, തിരിച്ചു വരുമല്ലോ. എനിക്കറിയാലോ ഇവൻ അവൻ ഒരു കടം കിടപ്പുണ്ടായിരുന്നേ. മനസ്സിലായല്ലേ? എടാ എവിടെ പോണ്? കാട്ടിപ്പോലല്ല പറഞ്ഞത്, അവനെ പണ്ണാൻ പോവാ. എനിക്കെന്താ ആൻഡ്രോയ്ക്ക് ഇക്കിടില്ല വണ്ടി. എല്ലാ കാട്ടിലും പോകുന്നുണ്ടോ നീ? ഞാൻ ഒരു ഓട്ടോ അപ്പുറത്തിട്ടുണ്ട്. മന്ത്രമൊക്കെ ചൊല്ലുന്നു ടീമായിരുന്നു. എന്തുവാടാ എനിക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളെ കഴിവൊക്കെ പോയിട്ട് നമ്മള് ബില്ലുവിന്റെ ആശുപത്രി പിറകൊക്കെ വരുന്ന ഒരു ആഗ്രഹമുണ്ട്. അവരെങ്ങനെ കളിക്കുന്നത് എനിക്കൊന്ന് കാണാം. നമുക്ക് കണ്ണ് കെട്ടാളിയാ. എടാ അല്ല നീ ഇത്രയും പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേരെ, മനസ്സിലായോ? അളിയാ നീ കഴിവില്ലാത്തോണ്ട് നീ അവിടെ കളിക്കാൻ വരാത്തതിന്റെ കഴിവില്ലാത്തോണ്ടല്ലടാ മൈദ ഈ ടേബിൾ അതെന്തോ നീ വന്ന് ലൈവ് ഇട്. എക്സ്ക്യൂസ്, അത് വേറൊരു എക്സ്ക്യൂസാ. ലൈവ് ഇടാ. മര്യാദക്ക് ഒരു ലാപ്പിൽ ഫ്രണ്ടിൽ പോവാണെങ്കിൽ മാത്രം കളിക്കും. ഒന്ന് ബാക്കിൽ അപ്പ വലിച്ചൂരി ഓടും. നീ ഇവിടെ 2 ദിവസം കഴിയുമ്പോ എടുത്തില്ലേ കളി? ഗോകു രണ്ടാമതാടാ. ഗോകു ഞാനല്ലാത്ത ചെറുക്കൻ ജയിക്കല്ലോടാ വിജയായിട്ട് കളിക്കൂട്ടം. രണ്ടാമത് കണ്ടിട്ടുണ്ടോ അളിയാ? അയ്യോ പറഞ്ഞത് അവിടെ നിന്നടാവൻ. എന്തൊരു വായി കളി. ഇതിനകത്ത് പ്രിൻസസിന്റെ കളിയില്ലേ? നീ യൂട്യൂബിൽ പഴയ മാച്ചിരുന്നാണോ നിന്റെ? ഇല്ലല്ലേ നമ്മളെ യൂറോ കപ്പ് അടിച്ചതിന്റെ മറ്റേ ഫൈനൽ കാണു പറഞ്ഞു. അതിന് കാണും, അതൊക്കെ ഇനി പറ്റൂ. അത് മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോടാ, വേൾഡ് കപ്പ് പഠിക്കുന്നതിനെക്കാളും പാടാ യൂറോ കപ്പ് പഠിക്കാനും. നല്ല കരച്ചിലുള്ളേ, നല്ല കരച്ചിൽ. സൂപ്പർ വേൾഡ് കപ്പ്, സൂപ്പർ സൂപ്പർ. നീ ഒന്ന് കരയടാ. ചാറ്റിൽ ഇതൊന്ന് ഒതുക്കിയതേ ഉള്ളു ചേട്ടാ. ഇതിപ്പോ തുടങ്ങും കൊറേ എണ്ണം. ചുമ്മാ ഞാൻ അറിഞ്ഞില്ലടാ, ഞാനിപ്പോ കേറി വന്നേ. ഇത് നിനക്ക് വാർന്ന് പറഞ്ഞില്ലടാ ഗോകു. മാനം കെട്ടവനെ. ഇതെനിക്ക് സംഭവിച്ചത്. ഈ പണ്ടാരം മഞ്ഞ് നമ്മൾ വണ്ടിയും കണ്ടൂടാ. കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ല. ഞാൻ വരോക്കി പോവാ. എന്റെ ഹെഡ്ലൈറ്റിന്റെ മറ്റേ ഇത് മാത്രമേ കാണാവൂ, മറ്റേ മിസ്റ്റ് പോലെ. ഇത് സത്യം പറഞ്ഞില്ല, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്താൽ കുറച്ചുകൂടെ കൂടുതൽ ഓടിക്കാൻ പറ്റും. ഇതാരും എന്റെ ഫ്രണ്ടിൽ പോയേ. ബോട്ട് വരുന്നു. ഞാൻ മാപ്പ് നോക്കി ഓടിക്കാം, അത് നടക്കുള്ളൂ. റോഡ് നോക്കി ഓടിക്കാൻ എന്തുവാടാ പോകോ? ഒരു വഴി മാറി.
എന്ത് പോക്കാ പോകുന്നേ? എടാ ചാറ്റ ചുമ്മാ അരിയടാ വന്ന് അവത്തെത്തി വന്നു. നിനക്കൊന്ന് പറഞ്ഞിടാ ഗോപി. ഞാൻ തിരിയാൻ പറ്റുള്ളിയാ. നീ പറഞ്ഞു എന്റെ അടുത്ത് വരുമ്പോഴേ അളിയാ ചാറ്റ നമ്മള് തമാശക്ക് എപ്പോഴും അടിപൊളിയല്ലേ അവര് സത്യത്തിൽ ഞാൻ പറഞ്ഞു പോയി. എങ്ങനെ ഓടിക്കുന്നടാ അതിനകത്ത് പോകാം. എടാ സാമാനം ഇല്ലാത്തവനെ കണ്ണാടി നോക്കി വിളിക്കാന്നോ? കണ്ണാടി നിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല. കണ്ണാടി നിന്റെ ഫോട്ടോ അടിക്കുന്നത് നിന്റെ ഫോട്ടോ കാണാലോ, നിന്നെ നേരെ കാണാമല്ലോ. നിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നിന്നെ തന്നെ ചെക്ക് പോയിന്റ് മിസ്സായോ? ഡാമിറ്റ് പറയടാ. ഡാമിറ്റ് അയ്യേ നല്ലപോലെ ഓടിച്ചോണ്ട് വന്ന ആശ. എടാ അണ്ടി പയ്യൻ ഗ്ലൗസ് ഒക്കെ ഇട്ടാ ഓടിക്കുന്നത്. എന്റെ വ്യൂ എന്തെങ്കിലും പിന്നെയും കണ്ടുകൂടാ. ഇനി എനിക്ക് എങ്ങനെ മൗസ് എടുത്തിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ അടിയണ. അല്ല FPPയില് മറ്റേ ഇതാ ഇനി അപ്പുറത്ത് മൗസ് എടുത്ത് അപ്പുറത്ത് മോണിറ്ററിൽ പോയി നിന്റെ നാട്ടിനകത്ത് പോയി ക്ലിക്ക് ചെയ്ത് അത് മ്യൂട്ട് ചെയ്തിരുന്ന് കാണാമെന്നുള്ള ശേഷി എനിക്കില്ല. അർജന്റീന മാച്ച് ഉണ്ടായതുകൊണ്ട് നൈറ്റ് ലൈവ് ഇല്ല. ഇതിപ്പോ നൈറ്റ് അല്ലേ. അല്ലെങ്കിൽ നിക്കോൺ എന്ന് പറയുന്നതിന് ബുദ്ധിയില്ല, വിവരവും ഇല്ല. നൈറ്റ് ലൈവ് ഇല്ലാന്ന്. ഇപ്പൊ നൈറ്റ് ലൈവ് ചെയ്തോണ്ടിരിക്കുവാ. നൈറ്റ് ലൈവ് ഇല്ലാന്ന് കളിയുള്ളതുകൊണ്ട് തമാശ പറഞ്ഞു അവിടെ നിന്നും പോയി. നീ ഇടിച്ചിട്ട് പോയിട്ട് അവിടെ മരം ഉണ്ടല്ലോ. വണ്ടി വരുന്നുണ്ടേ. വെച്ചാ പോകുന്നത്. സത്യല്ലേ നമ്മുടെയൊക്കെ പകുതി ആത്മാർത്ഥത മെസ്സിക്ക് റൊണാൾഡോയെ കണ്ടാൽ മതിയായിരുന്നു. എടാ ചുമ്മാ എടാ ചാറ്റിനകത്ത് എല്ലാം കൂടെ കിടന്നു ഇതൊക്കെ ജയിച്ചാത്ത പാട് നോക്കി. നീ വീണ്ടും അല്ല ഞാൻ സത്യം പറഞ്ഞതാ. ഞാനത് മോഡല്ലല്ലേ. എടാ നീ ഒരു 1 മില്യൺ പെട്ടെന്ന് അടിക്കുവോ? എത്ര ചാനൽ എനിക്കൊരു മറ്റേ ഡയമണ്ട് ബട്ടൺ എന്താ വില്ലു ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഡയമണ്ട് ബട്ടൺ അല്ലടേ മറ്റേ ബട്ടൺ. ഓ ഇനിയും വേണം 1,25,000 സബ്സ്ക്രൈബേഴ്സ്. മാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഡിസംബറിന് മുന്നേ ആക്കാം. മിസ്റ്റർ ബീസിന്റെ 500 മില്യന്റെ ഫ്ലാഗ് ഉണ്ടോ? ഞാൻ അവന്റെ ഒന്നും കാണാറൊന്നുമില്ല. അവനേതാ? ഒരുത്ത ഇവിടെ മാഞ്ഞു. അയ്യോ ഒരു വണ്ടി എടുത്തോട്ടെ. കൊറേ നേരം എന്നെ തന്നിട്ട് ഈ വില്ലുമോന്റെ ആഷ്റൂട്ടലിന്റെ തന്തുവാടാ അറ്റത്ത് പൂവ്. നിനക്ക് എന്തിനു പറ്റി? എനിക്കൊരു കറി കാണുന്നില്ല. ഞാൻ പോണത് ഈകളെ നീ അല്ല ഗോകു നീ പുറകെ പോലും അല്ലല്ലോടാ എന്റെ. അയ്യോ കണ്ടില്ലല്ലേ അത്? നൈസറാ ഈകളെ. നൈസ് നൈസ് നൈസ്. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഫോക്കസ് ചെയ്താണ് ഓടിക്കുന്നേ. ഞാൻ ഇന്ന് എന്റെ അടുത്ത് പറ്റുന്നില്ല. നീ ഒന്ന് ഇറങ്ങിപ്പോയെ. നീയാണ് എന്റെ കലികാലം. നീ വന്ന് എപ്പോ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയില്ലേ. ഓടിക്കാൻ അറിയാത്തോണ്ടല്ലോ. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് നീ ഇരുപിട്ടിരുന്ന എനിക്ക് വാ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കോളിയാ. ഞാൻ വേണ്ടതില്ല.
വിഷമാളിയാ എനിക്കെന്തിനാ വിഷമം കളിയാ? എന്തിനാ വിഷമം? എടാ ഇവിടെ ഒരു വണ്ടി ഇടിച്ചിട്ട കാര്യം പറഞ്ഞില്ലല്ലോ ഇത്. ആര് ഞാനോ? അല്ല ഇവൻ കളി അവിടെ ഇടിച്ചിട്ടുണ്ടോ കേട്ടോ. ആ ഇടിച്ചിട്ടായിരുന്നു അവിടെ അല്ലേ അളിയാ? സംസാരിച്ചല്ലേ നമുക്ക് സംസാരിച്ചൊക്കെ പോവാം. അല്ല ഞാൻ വേറെ കാര്യം പറയാൻ കഴിച്ചു. നിങ്ങളുടെ എല്ലായിടത്തും ഞാൻ പറയുക, ഒരാളെ പുകഴ്ത്താൻ വേണ്ടി വേറൊരാളെ കുണ്ണത്തരം പറയുന്നവനാണ് ഏറ്റവും വലിയ കുണ്ണ. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഫാൻസും ഒക്കെ ഓക്കെയാണ്. ഈ മെസ്സിയെ കുള്ളെന്ന് വിളിക്കുന്നതും റൊണാൾഡോ പെനാൾഡോ എന്ന് വിളിക്കുന്നതും ഒക്കെ എല്ലാം ചെറ്റത്തരും. ആരും നല്ലതാണെന്ന് ഞാൻ പറയണില്ല. ട്രൂ ആയിട്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന അല്ല ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യൂല. ഞാനൊരു ഡൈഹാർഡ് ധോണി ഫാൻ. ആ സമയത്ത് ഒരുപാട് കമ്പാരിസൺസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. എന്നേരം കൂടെ അപ്പുറത്തേക്കുന്ന ഒരാളെ പേഴ്സണലി ഉള്ള മറ്റേ ഇതൊന്നും വെച്ച് കളിയാക്കുക, അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസ്, ഇത് നീളം, കളറ്, ഇതൊക്കെ വെച്ച് കളിയാക്കുക എന്ന് പറഞ്ഞാൽ എ ക്ലാസ് കുണ്ണത്തരമാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹെൽത്തി ആയിട്ട് പറയും. കാരണം ഈ ലെജൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നതും. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഈ സീസണൊക്കെ വരുമ്പോൾ ഒരു ഫ്ലെക്സിന് ഓപ്പോസിറ്റ് വെക്കാൻ ഒരു ഫ്ലെക്സ് ഉണ്ടായാലേ ആ കോമ്പറ്റീഷൻ ഒരു ഇത് വരത്തുള്ളൂ. മനസ്സിലായ? അത് ഉള്ളതുകൊണ്ട് അത് ആ പേര് അവരുണ്ടാക്കിയെടുത്ത പേരാ അത്. അതിന് നിങ്ങൾക്ക് കളി വരുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാം, പറയാം. പക്ഷേ ഇമാതിരി കുണ്ണത്തരം പറയണതുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഇരുന്ന് പോസ്റ്റ് ഇടുന്നതൊക്കെ കണ്ടായിരുന്നു. മയിൽ ഓരോന്ന് കണ്ട് അടിച്ചവനെയൊക്കെ തിരിച്ചു കൊടുക്കണം. അവനെയൊക്കെ കുണ്ണത്തരം മാത്രം. അല്ല എനിക്ക് പേര് പറയാൻ പേടിയൊന്നുമില്ല. അശ്വന്ത് ഗോക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനെ പോസ്റ്റ് ഇട്ട് കണ്ടില്ലേ? അവനിട്ട പോസ്റ്റിനകത്ത് അവൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേടി. അവനെ പേടിക്കുക. അവനാര് പേടിക്കുന്ന നല്ലടാ. ഇത് പറയുമ്പോ കുറെ ആൾക്കാർ കേൾക്കത്തില്ലേ? എനിക്കങ്ങനെ നോക്കാൻ ആവശ്യമില്ല ജോക്കി. ഞാൻ സ്പോർട്സ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാ ജോക്കി. ആ സ്പോർട്സ് ഒരാളെ പറ്റി എന്തോ ഇടണേ. അങ്ങനെ ഫാൻ ഓഫ് മെസ്സി ഓക്കെ എന്നൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മറ്റു വെറും ഒന്നും അല്ലാത്ത ആളാക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഫുട്ബോൾ കാണുന്നവരോട് എനിക്ക് തോന്നില്ല അങ്ങനെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ടൂറുമായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയാമെന്ന്. ദയവേത് അത് ചെയ്യല്ലേ കേസ്. ദയവേത് അത് ചെയ്യരുത്. നിങ്ങളത് ചെയ്യരുത്. കുറച്ചൊക്കെ ഫുട്ബോളിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളങ്ങനെ മറ്റേ പേഴ്സണൽ ഹ്യൂമിലൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് ഇതാക്കുന്ന കുള്ളെന്നും മറ്റേ അതും ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ പരിപാടി നിർത്തും. എത്ര മണി കിടക്കാളി? എത്ര മണിയാ കളി? 9:30-ക്കാണോ? 9:30-ക്കാണോ? അയ്യോ വഴി മാറി പോയി. കണ്ണാടി ഇട്ടേക്കുന്നുണ്ടാണോ ഇവന് നല്ലോണം കാണാമോ? ആർക്കാ? എനിക്ക് നല്ലോണം കാണുന്നില്ല. എന്റെ PO നോക്കി ലൈവില്. ഞാനും ടീമാണെന്ന് നേച്ചോ റോഡിൽ നിട്ടില്ല. ഞാൻ ഫുള്ള് റോഡിൽ കൂടെ പോണെന്നാണോ വിചാരം? ഇവിടെ ലൈവ് ആണെന്നോട് കാട് വെട്ടി മല വെട്ടിയാണ് പോണത് ഞാൻ. കണ്ടില്ല വഴി. ഇവിടെ ഇതെന്തോടെ നിന്നതിനകത്ത് 2 ഷിഫ്റ്റർ ഇരിക്കുന്നത്? 2 ഷിഫ്റ്ററായിട്ട് ഒരെണ്ണം ഹാൻഡ് ബ്രേക്ക്, ഒരെണ്ണം ഷിഫ്റ്റർ.
ഓ ഈ സ്റ്റിയറിംഗ് പാഡൽ ഷിഫ്റ്റ് ഉണ്ടല്ലേ? ഒരിക്കലും കൂടെ ദിവസം ഓ ഇതിപ്പോ ലോഗോ വെക്കണോ അല്ലടാ മോശയുടെ? ആ ലോകം ഇതിന്റെ മാക്സിമം RPM ഇതാണ് കേട്ടോ. ഇതില് ഗിയർ മോശയുടെ ലോഗോ വയ്ക്കുന്നതിനൊന്നും ഒരു ഇതുമില്ല, കുഴപ്പമില്ല. അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നൈസാണ്. അതൊരു അച്ചീവ്മെന്റാ ശരിക്കും. അതെ, കാട്ടിപ്പോയത്. ആ കോമഡി ആരെങ്കിലും ശ്രദ്ധിക്കണം അതിന്റെ ഇടയിൽ കൂടെ. നടത്തിലൊന്നും എന്നാ പിന്നെ ക്ലോസറ്റ് ഇരിക്കുവോ? പോയോടാ പശ പോയാടാന്നോ? ഇത് പശ എന്നാണോടാ കുണ്ട? എന്നെയാണോ നീ വിളിച്ചത്? അല്ലല്ല, വണ്ടി കൊണ്ട് ഒരുത്തം വന്നേക്കുന്നു കാട്ടിക്കൂടെ രാത്രി. എവിടെ? തലവേദന എടുക്കുന്നു. വെട്ടിക്കളല്ലേ? ആ കോമഡിക്ക് ആരെങ്കിലും ഒന്ന് ചിരിക്കണ്ട. ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുക അങ്ങ് ജോക്കി ബ്രോ. രഘുവിനെ ഉള്ളതാ സ്നേഹം. രഘുവിനെ ഉള്ളതാ സ്നേഹം. രഘുവിനെ ആൽറണ്ടേ കളിക്കണ്ടടാ. കളിക്കണം കളിക്കണം. തൊട്ടിട്ട് പല 2 weeks ആയെന്ന് തോന്നുന്നു. എനിക്കാണ് ഞാൻ ഒരു മാസം കണ്ടായി, 2 മാസം കണ്ട്. നിങ്ങൾക്കും പനി വരുമ്പോ ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ? ചെറുക്കനെ കളയാ ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ നിങ്ങള്? നമുക്ക് സീരിയസ്ലി ഉണ്ടല്ലോ അതിന്റെ കൗണ്ടർ എല്ലാം ഭയങ്കര ശോകമായിട്ടുള്ള. ആണോ? ദീപിനെ ഭയങ്കര ചിരിയല്ലെന്ന് കേട്ടില്ലല്ലേ? എന്താ നിന്റെ ഭയങ്കര കോമഡി നിന്റെ വിചാരം? അല്ലല്ല എന്റെ ഒന്നും അല്ല, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ നിന്റെ ശോകമാണ്. നീ മനസ്സിലാക്കണം അത് നിന്റെ കാര്യം. എടാ എനിക്കങ്ങ് വിശപ്പാടാ, എത്ര തിന്നാലും. ഓർഡർ ചെയ്ത് കഴിക്ക് ഫുഡ്. എന്താടാ റെഗുലേറ്ററിന്റെ പ്രശ്നം? ഇതേതൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി മറ്റേ ടാബ്ലറ്റ് വാങ്ങിക്കാം. ടാബ്ലറ്റ് ഏത് ടാബ്ലറ്റ് മെഡിക്കൽ സ്റ്റോറിൽ? മറ്റേ ഈ ബോമിനുള്ള ടാബ്ലറ്റ്. വിരക്കുള്ളത് വിരക്കുള്ള വരുന്നത് അത് വേവല്ല, വേവ് വരാൻ എന്താ വയറ്റിൽ നിന്ന് തിരമാല വരുന്നത്. അല്ല ഡീവാം അല്ല 6 മാസം ചെയ്യും. അതിന് വിരയാ, അത് ഇങ്ങനെ പറയും വിരയോ? ഡീവാം 6 മാസം കൂടുമ്പോ ചെയ്യണല്ലേ? ഡീമൺ അല്ലടാ, ഡീവാം. അങ്ങനെ ഡീവം. എനിക്കെന്നെ കുറച്ച് നേരത്തെ തന്നൂടായിരുന്നു റെയിലേ. ജയിച്ചടാ നമ്മള് ജയിച്ചടാ. അബ്സല്യൂട്ട്ലി ഷിറ്റ് എന്ന് പറയില്ലേ. എന്റെ ഫ്രണ്ടിൽ ഒരാള് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് കേറിയിട്ടില്ല. ആരാ പറഞ്ഞത്? മരമണ്ടം കേറിയതാ. ആരാടാ ആയികള് പറഞ്ഞ? അല്ലല്ല ഒരു ചാറ്റില് ഭയങ്കര പാടായത്. ചന്ദനം കണ്ട് വിചാരിക്കുന്നതല്ലേ ഭയങ്കര ടഫാണ്. ലെറ്റ്സ് ഗോ. സമയായി 23. ഓക്കേ 2-1-1. ഓക്കേ